ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നെടുക്കാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പല വേദനകൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ ഒക്കെ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, മറ്റുള്ളവരെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്ന സന്ദർഭം ആണ് ഞാൻ കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്കതിനെക്കുറിച്ച് ഒന്ന് നോക്കാം. കൂടെ ഇത് ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ അറിയാം, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവുന്നവരെടുക്കണം. പിന്നെ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ താല്പര്യമില്ല, ഈ വിഷയം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിട്ടുപോകണം. അതെനിക്ക് പറയാനുണ്ട്. പിന്നെ രണ്ടാമത്, പിന്നെ ഇത് ജെൻഡർലെസ് ആണ്, അതുകൊണ്ട് മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും എടുക്കാം, ഇത് കാണാം. പിന്നെ ടൈംലെസ് ആയതുകൊണ്ട് എപ്പോഴാണ് നിങ്ങളുടെ കൈകളിലെത്തുന്നത് ആ സമയം മുതൽ വാലിഡ് ആകുന്നതാണ്. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, ഹൈപ്പ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പിന്നെ വ്യൂവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, ലൈക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ അവർ. എപ്പോഴും എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പിന്നെ ഇടുന്ന ഒരു വീഡിയോയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എനിക്കതിനകത്ത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എനിക്ക് വേറെ യാതൊരു സ്വാർത്ഥതയും ഇക്കാര്യത്തിലില്ല. പറയുന്നത് സത്യസന്ധമായിട്ട് പറയാൻ ഞാനെപ്പോഴും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും അനുഭവിക്കുന്ന ചില വേദനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ട്, അല്ലേ? ആ ജീവിതത്തിൽ നമ്മളെപ്പോഴും ചില സമയങ്ങളിലൊക്കെ നമ്മളൊരു കുഴിയിൽ അകപ്പെട്ടത് മാതിരി, അല്ലെങ്കിൽ ഒരു ട്രാജഡി നമുക്ക് സംഭവിക്കുന്നു, അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നു. നമ്മൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മൾ തളർന്നു പോകുന്നു. പെട്ടെന്നാണിത്. നമ്മൾ വിചാരിക്കില്ല ഒരിക്കലും. കാരണം വെച്ചാൽ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില തിരിച്ചടികൾ നമുക്കുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക ദുരിതങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ആ സാമ്പത്തിക ദുരിതങ്ങൾ സംഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരുപക്ഷെ വളരെ അത്യാവശ്യമായിട്ടൊരു ധനം ആവശ്യമുണ്ട്. നമ്മളൊരു ബാങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരുപക്ഷെ നമ്മളൊരു വായ്പയാണെങ്കിൽ പോലും മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് അത് വരെ സെക്കൻഡ് വരെ തരാൻ വന്നോളൂ എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും ഇത് അവിടെ ഇല്ല. നമുക്ക് അവിടെ അതിനുള്ള സോഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്ന് കാണാം. നമുക്കിങ്ങനെയുള്ള ചില ട്രാജഡികൾ നമ്മുടെ ലൈഫിൽ വരുന്നു. അതുപോലെ തന്നെ നമുക്ക് 5 ഓഫ് സോഡ്സ്. അപ്പോൾ നമ്മൾ വളരെയധികം നിരാശനായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലേ? ജീവിതത്തിലൊരു ഭയങ്കര നിരാശയാണ് ആ സമയത്തൊക്കെ. കാരണം വെച്ചാൽ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാം നടക്കും എന്നുള്ള തന്നെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിരാശനാകുന്നു, വളരെയധികം വല്ലാതൊരു ഫീൽ വരുന്നു. ഈ ജീവിതത്തിൽ ഇനി എനിക്കൊന്നും നേടാനില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങുന്നു. പിന്നീട് നമ്മൾ അതിൽ നിന്നൊരു ഊർജ്ജമൊക്കെ സംഭരിച്ചു വന്നാലും ചിന്തകൾ നമ്മളെ വേട്ടയാടുന്നു എന്നാണ്. വല്ലാതെ ചിന്തകൾ നമ്മളെ വല്ലാതെ വേട്ടയാടുന്നു. മാനസികമായിട്ട് നമുക്ക് തകർന്നു പോകുന്നു. നമുക്കൊന്നിനും കഴിയാത്ത ഒരവസ്ഥ. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പാണെന്ന് വെച്ചോളൂ. റിലേഷൻഷിപ്പാണെങ്കിൽ 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നമ്മുടെ ലവ് ലൈഫ് മാത്രമല്ല, നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, പിന്നെ അതെന്താ അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, എല്ലാവരും തന്നെ, പിന്നെ ഹസ്ബൻഡ്, വൈഫ്, പിന്നെ കുട്ടികൾ, എല്ലാവരും അടങ്ങുന്ന പിന്നെ ഫാമിലി. അവിടെ എല്ലാവരും ഒരേ മനസ്സമാധാനത്തോടു കൂടിയല്ല ജീവിക്കുന്നത്. അവിടെയും ചില ശത്രുതാപരമായ നീക്കങ്ങൾ നമുക്ക് കാണാം. നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിക്കൊള്ളണം എന്നില്ല നമ്മളുടെ കൂടെയുള്ളവർ ചിന്തിക്കുന്നത്. നമുക്ക് അവരെല്ലാവരും നന്മയോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കത് നേരെ തിരിച്ചു വരും. എന്നാൽ എല്ലാ കുടുംബങ്ങളിലും അല്ല. ചില കുടുംബങ്ങളിൽ, ചില വീടുകൾ വളരെ സന്തോഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും വളരെ ഐക്യത്തോട് പോകുന്ന അങ്ങനെയുള്ള ഫാമിലിയെ കാണാൻ തന്നെ ഒരു സുഖമാണ്, അല്ലേ? നമുക്ക് അത് സംഭവിക്കും. റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും നിങ്ങൾ വളരെയധികം സ്നേഹിച്ചു, എല്ലാം സക്സസ്സായി, ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നു, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പെട്ടെന്നൊരു മൊമെൻറ്റ് വിട്ടുപോകുന്നു.
അത് എന്താണെന്ന് അറിയാൻ പോലും കഴിയാത്ത രീതിയിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നു, സങ്കടപ്പെടുന്നു, പിന്നെ നമുക്ക് ഉറക്കമില്ല, ഊണില്ല, ഭയങ്കര ബുദ്ധിമുട്ടുകൾ. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ നമ്മൾ ഇതെല്ലാം വന്നു ഇവിടെ. എന്ത് കരിയർ വന്നു, നമ്മളൊരു കരിയറിലാണെങ്കിൽ ആ കരിയറിൽ നിന്ന് പെട്ടെന്ന് എടുത്തെറിയുന്ന മാതിരിയുള്ള ചില സന്ദർഭങ്ങൾ നമുക്ക് ആ ഫസ്റ്റ് കാർഡിൽ വന്നു. രണ്ടാമത്തത് ഫിനാൻസ് വന്നു. പിന്നീട് നമുക്ക് മാനസിക സംഘർഷങ്ങൾ വരുന്നു, നമുക്ക് ചിന്തകൾ കൊണ്ട് നമ്മൾ വല്ലാതെ തകർന്നു പോകുന്നു, റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില എന്താ പറയുക ട്രാജഡീസ് ആണ്. വളരെ വിഷമമാണ് നമുക്കതൊക്കെ അനുഭവിക്കാൻ തന്നെ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട്, പക്ഷെ കഴിയാറില്ല. ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ അതിനും കഴിയില്ല. കാരണം അപ്പോഴത്തേക്ക് ഈ ചിന്തകൾ കയറി വരുന്നു. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് വല്ലാത്തൊരു എന്താ പറയുക, അതിന് എനിക്കറിയില്ല, അങ്ങനെ കുറേ വിഷമങ്ങൾ എന്ന് പറയാം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുമല്ലേ. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ പോകുന്നു, നമ്മളങ്ങനെ ആരാധനാലയങ്ങൾ എന്ന് പറയാം, അവിടെ പോകുന്നു. അങ്ങനെ അത് ആ വേർഡാണ് എനിക്കിഷ്ടം. അങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് പീസ് ഓഫ് മൈൻഡിന് വേണ്ടി നമ്മൾ കുറച്ച് നേരം എന്താക്കുന്നു? പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ചുമ്മാതെ എൻ്റെ കാര്യം നടത്തി തന്നാൽ ഞാൻ ഇത്ര തരാം അങ്ങനെയാണോ? അല്ല, നമ്മൾ വളരെയധികം ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, എന്നാണ് എൻ്റെ ഈ ദുര്യോഗം, എൻ്റെ ഈ ദുർവിധി എന്നാണ് എനിക്കത് മാറ്റിത്തരിക? ഞാൻ എന്നാണ് മറ്റുള്ളവരെ പോലെ ഒന്ന് പച്ച പിടിച്ച് വരിക? ഇതൊക്കെ നമ്മളുടെ ചിന്തകളാണ് അല്ലേ. അവിടെ നിങ്ങൾ മെഡിറ്റേഷൻ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മൾ ചെയ്യാറുണ്ട് അതൊക്കെ. കാരണം നമ്മുടെ ജീവിതത്തിലെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള പല പല സന്ദർഭങ്ങളിൽ നിന്ന് ഊരിപ്പോകാൻ, രക്ഷപ്പെടാൻ ഈശ്വരനെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിവിടെ നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്താവും? കുറച്ച് ബോൾഡാവും അല്ലേ. ഒരു എംപററുടെ പവറൊക്കെ ആവും, കുറച്ച് അതോറിറ്റി കീപ്പ് ചെയ്യും. നമ്മൾ വളരെ ഒരു സൈലൻസ് കീപ്പ് ചെയ്യും. എംപറർ എന്ന് പറയുമ്പോൾ അത് കൂടുതലും ഈഗോയിസ്റ്റ് എന്നൊക്കെ പറയാം, പക്ഷേ സൈലൻസ് പറയാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാത്തിൽ നിന്നും മുഖം തിരിഞ്ഞിരിക്കുന്നു. ഒരു രാജാവിൻ്റെ പ്രൗഢി എന്ന് പറയുമ്പോൾ അതാണ്. രാജാവ് എല്ലാവരോടും കറി വിളവളാന്ന് സംസാരിക്കുകയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. ആ സമയങ്ങളിൽ അപ്പം നമ്മളെ ഫാമിലിയിലുള്ളവർ പറയും, അയാൾ മാമനങ്ങ് വല്ലാതെ മാറിപ്പോയി കേട്ടോ, ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല, അധികം സംസാരമൊന്നുമില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നുപോലെ ഈ വക കാര്യങ്ങൾ അവിടെ സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് കഴിയുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ നമ്മളുടെ ഈ സോൾ ഫാമിലിയിൽ പല മതത്തിലുള്ളവരുണ്ട്. ഇവിടെ മതമോ രാഷ്ട്രീയമോ ജാതിയോ ഇതൊന്നും തന്നെയില്ല. നമ്മൾ സോൾ ഫാമിലി എന്നാണ് ഞാൻ ഇതിനെ പറയുക. ടാരോട്ട് റീഡേഴ്സ് അങ്ങനെയാണ് പറയുക. കാരണം നമ്മളുടെ ആത്മാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ഫിസിക്കൽ ബോഡി ഒരു വാഹനമാണെങ്കിൽ സോൾ എന്ന് പറയുന്നതാണ് ഡ്രൈവർ അല്ലേ. ആ ഡ്രൈവർ ആണ് ഈ വണ്ടി കൊണ്ടുപോകുന്നത്. അല്ലാതെ പിന്നെ ഡ്രൈവർ അല്ലെങ്കിൽ ആ വണ്ടിക്ക് പോകാൻ കഴിയില്ല. ആ സോളാണ് നമ്മൾ, അതായത് നമ്മുടെ ശരീരം വാഹനമാണെങ്കിൽ ആ ശരീരത്തെ നയിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ സോളാണ്. ആ സോളിൻ്റെ പർപ്പസ് എന്താണോ അതാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമാകുന്നത്. നമ്മുടെ സോളിന് ഒരു പർപ്പസ്, അത് ഡിവൈൻ തീരുമാനിച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത നല്ലതും കെട്ടതുമായ കാര്യങ്ങളുടെ ബാക്കി പത്രമായിട്ട് ഞാൻ ഈ ജന്മത്തിൽ ഈ ഭൂമിയിൽ ജനിക്കുന്നു. കാരണം എനിക്ക് എൻ്റെ സോളിനെ പ്യുവർ ആക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതിന് എൻ്റെ ലൈഫിലേക്ക് പല സാഹചര്യങ്ങൾ കടന്നു വരുന്നു. ഈ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സോളിനെ ആ അപ്യൂരിറ്റിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈശ്വരനിലേക്ക് ലയിക്കുക, അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് പോവുക, മോക്ഷം കിട്ടുക. ഇതാണ് നമ്മളുടെ ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് മനുഷ്യജന്മം എടുത്തിരിക്കുന്നത്. അതിന് ഈ ദുഃഖങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ബാക്കി പത്രമായി കിടക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം തന്നെ ഈ ജന്മം അനുഭവിച്ച് തീർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ, ബാധ്യസ്ഥരാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ, അതായത് കർമാസ് ആണ്. ആ കാർമിക് സൈക്കിൾ എപ്പോൾ എൻഡ് ആകുന്നുവോ അപ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് പ്രോസ്പെരിറ്റി വരുന്നത്. അപ്പോൾ ഈ ജന്മം നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാനും, മറ്റുള്ളവരെ നിരാശപ്പെടുത്താതിരിക്കാനും, വിഷമിപ്പിക്കാതിരിക്കാനും, കളിയാക്കാതിരിക്കാനും, നമ്മളെ ഒരു ചെറിയ വാക്കുകൾ പോലും നമ്മളെ ചിലപ്പോഴൊക്കെ വല്ലാതെ വേദനിപ്പിക്കാറുണ്ട് അല്ലേ. ചില വാക്കുകൾ പോലും നമ്മൾക്ക് ഭയങ്കര ടെൻഷനായിട്ട് തോന്നാറുണ്ട്. ചിലർ പറയുന്ന ചില വാക്കുകൾ ചെറുതായിരിക്കും, കാരണം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ സമയത്ത് ചില വാക്കുകൾ നമ്മളുടെ മനസ്സിൽ എന്തോ ഒരു വാൾ വന്നിട്ട് വീഴുന്ന മാതിരി തോന്നും.
അവർ പറയുന്നവർക്ക് അതൊന്നും അറിഞ്ഞോളണം എന്നില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് അത് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പം നമ്മളിതെല്ലാം മനസ്സിലാക്കി ഈ ജന്മം ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ഇതിനെ എല്ലാം ക്ലിയർ ചെയ്ത് പോകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് തരുന്ന ചില പരീക്ഷണങ്ങൾ മാത്രമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന, നേരത്തെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള വിശ്വാസം ഉള്ള, അതായത് ഹിന്ദു മിത്തോളജിയിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ബാക്കി മതങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. അപ്പം അങ്ങനെ വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കരുത്. കാരണം വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. ഈശ്വരവിശ്വാസം ഉള്ള ആളുകൾക്കും ദൈവികമായ ആ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല തൃപ്തിയുണ്ട് എങ്കിൽ മാത്രമേ ഇത് കേൾക്കാവൂ കേട്ടോ, ആരായാലും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഒരു കാര്യം. അതായത് കാർമിക് സൈക്കിൾ നമ്മളുടെ കുടുംബത്തിൽ തന്നെ, നമ്മളുടെ ജീവിതത്തിൽ, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ എത്രയോ പേരുണ്ട്. നമ്മുടെ ഫാദറുണ്ട്, മദറുണ്ട്, ചില ബാക്കി എല്ലാ ബന്ധങ്ങളും ഉണ്ട്. ചിലരൊരു ശത്രുതാ മനോബോധം അല്ലേ, നമ്മൾ ചിലർ നല്ല രീതിയിൽ ജീവിക്കുക, ഒറ്റ ഒരെണ്ണത്തിനെ കൊണ്ട് ആ കുടുംബം നശിച്ചു പോയി എന്ന് പറയുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്കിതെല്ലാം നമ്മൾ കാണുന്നുണ്ട്, നമ്മളിതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. അയ്യോ ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇത് കഷ്ടമാണല്ലോ എന്ന് നമ്മൾ പറയാറുമുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ ഇപ്പോൾ പറഞ്ഞത് എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഈ ജന്മം ഹീൽ ചെയ്യാൻ ഉണ്ട്. ഇത് ഹീൽ ചെയ്യണം. നമ്മൾ ഈ ജന്മത്തിൽ അത് ഹീൽ ചെയ്ത്, നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടാകാം. നമ്മളിപ്പോൾ ഈ ജന്മം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തെല്ലാം കൊള്ളരുതാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതുപോലെ കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹീൽ ചെയ്ത് നമ്മളിലേക്ക് കടക്കണം എന്നാണ് പറയുന്നത്. നിങ്ങളൊരു നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് എല്ലാം ഒരു ഫാർമറുടെ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു കർമ്മമായിരിക്കാം ഇപ്പോൾ ചെയ്യുന്നത്. അവിടെ നഷ്ടമുണ്ടാകാം, ലാഭം ഉണ്ടാകാം, എല്ലാ കാര്യങ്ങളും വരും. അത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സപ്രഷൻസ്, കഴിഞ്ഞ ജന്മങ്ങളിലും ഈ സപ്രഷൻസ് വന്നിരുന്നു. ചില എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് നമ്മളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെയൊക്കെ അവിടുന്ന് മുഴുവൻ തീർന്നിട്ടുണ്ടാവില്ല. അതാണ് ഈ ജന്മവും ബാലൻസായിട്ട് ആ സപ്രഷൻ വരുന്നത്. അത് ഒരു ഹൈലൈറ്റായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രസ്റ്റിൻ്റെയൊക്കെ അഭാവവും കാര്യങ്ങൾ ഒക്കെ വരുമ്പോൾ നമുക്കത് സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കാർമിക് സൈക്കിൾ എപ്പോൾ എൻഡ് ആകുന്നു ആ സമയത്ത് നമ്മുടെ പ്രോസ്പെരിറ്റി വരുന്നു. ഇത് കണ്ടില്ലേ, പ്രോസ്പെരിറ്റി വരുന്നു, ദ സൺ വരുന്നു. നമ്മൾ പറയില്ലേ, എങ്ങനെ കിടന്ന ആൾക്കാരാ പണ്ട് കഞ്ഞി കുടിക്കാൻ ഗതിയില്ലാത്തവരായിരുന്നു, കണ്ടോ ഇപ്പം എന്താ അല്ലേ, അവരെ എവിടെ എത്ര വളർന്നു, എന്തുമാത്രം ഉയരത്തിലെത്തി എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മളില്ലേ. ഇതൊക്കെ സത്യമാണല്ലോ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ കാർഡ്സൊക്കെ അത് സൂചിപ്പിക്കുന്നു. നല്ല തൊഴിൽ ലഭിക്കുന്നു, നിങ്ങളുടെ കരിയർ വളരെ നല്ല രീതിയിൽ പോകുന്നു. പിന്നെ ദ സണ്ണ് അടിക്കുന്ന സർവത്ര ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നെ നമ്മൾക്ക് ധനം ധാരാളമായിട്ടുണ്ടാകുന്നു. നമ്മളുടെ ഇമോഷൻസ് എല്ലാം ഫുൾഫിൽ ആകുന്നു. മനസ്സിലായില്ലേ? ഏസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്, ഫുൾഫിൽ ആകുന്നു. കിങ് ഓഫ് വാൻസ്, നിങ്ങളുടെ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു, പുതിയ സോഴ്സ് നിങ്ങളിലേക്ക് വരുന്നു. കിങ് ഓഫ് പെൻറ്റക്കിൾസ്, അധിപതിയായിട്ട്, ഒരു രാജ്യത്തിൻ്റെ അധിപതിയായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അത്രയ്ക്കും വളരെ നല്ല രീതിയിലൊക്കെ ജീവിക്കാൻ ഉള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് എനിക്കിന്ന് ഇത്രേ പറയാനുള്ളൂ. ഞാനിന്ന് എടുത്തത് ഇത്രയും മാത്രമാണ്. അതായത് നമ്മളുടെ ലൈഫിൽ പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിധിയെ പഴിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ പഴിക്കുന്നു. അവൻ എന്നോട് അങ്ങനെ ചെയ്തു, അവൾ എന്നോട് ഇങ്ങനെ ചെയ്തു, ഞാൻ എത്ര സ്നേഹിച്ചിരുന്നു, ഞാൻ എന്തുമാത്രമാണ് വിശ്വസിച്ചിരുന്നത്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്താണ് എന്ന് കൂടി നിങ്ങൾ അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ ഒരു ഇൻഡ്യൂഷൻ ഇതിൽ കിട്ടിയതാണ് ഇന്നലത്തെ സബ്ജക്റ്റ്. ഇന്നും അത് തന്നെയാണ്. കാരണം ഇത് പറയണം എന്നാണ്. കാരണം നിങ്ങൾ അറിയണം, നമ്മുടെ സോൾ ഫാമിലിയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെയാണ് മാഡം നിങ്ങളിതിങ്ങനെ കൃത്യമായി പറയുന്നത്? ഞാനല്ല ഈ പറയുന്നത്. എനിക്ക് കിട്ടുന്ന കാർഡ്സ് വെച്ചിട്ട് എൻ്റെ ഇൻഡ്യൂഷൻ എനിക്ക് എന്നോട് എന്താണോ പറയുന്നത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് കിട്ടുന്നതാണ് ഇന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം. എനിക്ക് ഈ റിലേഷൻഷിപ്പ് മാത്രമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ മാത്രമല്ല സംസാരിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ സ്പിരിച്വലി എനിക്ക് ആ കാര്യങ്ങളിലേക്ക് എനിക്ക് ഒരുപാട് പറഞ്ഞു തരാനുണ്ട്, അല്ലെങ്കിൽ പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നു. അത് ഞാനിവിടെ പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.